എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാത്രേ. സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്കുള്ള ലേഖനം എഴുതുന്നത് തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ ആണ് എന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. വ്യത്യസ്തമായ പ്രധാനപ്പെട്ട പല ചിന്തകൾ ഈ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രധാനമായിട്ടും 11-ാം അധ്യായം പരിശോധിക്കുന്ന സമയത്ത് തിരുവത്താഴത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായിട്ട് കൊരിന്ത്യയിലുള്ള വിശ്വാസി സമൂഹത്തെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 10-ാം അധ്യായം പരിശോധിക്കുന്ന സമയത്ത് വിഗ്രഹാർപ്പിതത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ ശക്തമായി ദൈവജനത്തെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ നിലകളിലെല്ലാം നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് പറയാൻ കഴിയുമ്പോൾ പൗലോസിനോട് ചേർന്ന് ഇന്ന് ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പ്രാപ്തിയോ ഒന്നുമല്ല ഇന്ന് പകലിൽ ഇതിൻ്റെ അകത്തായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് എന്ന് ഇന്ന് പകൽ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് ആ ഭാഗം പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആ ദൈവകൃപയാലാകുന്നു എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് അവരെല്ലാവരെക്കാളും അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നും കൂടെ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. അവിടെ പ്രധാനമായിട്ട് പറയാനൊരു കാര്യം പ്രൈസ് ദി ലോർഡ്, പൗലോസ് അപ്പോസ്തലൻ എന്ന പേരിന് പോലും താൻ യോഗ്യനല്ലാത്തത് കൊണ്ടാണ് താൻ അവിടെ എടുത്തു പറയുന്നത് പ്രൈസ് ദി ലോർഡ്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. 9-ാം അധ്യായം മുതൽ നാം വായിക്കുന്ന സമയത്ത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേര് ഞാൻ ആരല്ല, യോഗ്യനല്ല. സ്തോത്രം. അപ്പോൾ സഭയെ മുടിപ്പിച്ചവൻ, സഭയെ ഇല്ലാതാക്കിയവൻ, പ്രൈസ് ദൈവമക്കളെ ഉപദ്രവിച്ചവൻ, ആ വ്യക്തി ജീവിതം പറയുകയാണ് പ്രൈസ് ദി ലോർഡ്, ഈ പേരിന് ഞാൻ യോഗ്യനല്ല. ഇന്ന് പകലിൽ എന്നെ യോഗ്യനാക്കി തീർത്തത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദിനങ്ങളെ ഓർത്ത് ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഇന്ന് പകലിൽ എന്നെ ഞാനാക്കി തീർത്തത് പ്രൈസ് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ പ്രാപ്തിയോ എൻ്റെ സാമ്പത്തികമോ എൻ്റെ എഡ്യൂക്കേഷനോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് പകൽ ഈ മൺകൂടാരത്തിന്റെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ പ്രൈസ് ദൈവത്തിന്റെ കൃപ അളവറ്റ വലിപ്പത്തിൽ ഇന്ന് പകൽ അനുഭവിക്കണമെങ്കിൽ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ കൃപ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ആ പദപ്രയോഗം, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു എന്ന് പറയുന്ന പദപ്രയോഗം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പദപ്രയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, സെൽഫ് എക്സ്പെർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന ബോധം പ്രൈസിൽ ഇവിടെ നൽകുകയാണ്. സ്തോത്രം. അവിടെ നിന്ന് വായിക്കുന്ന സമയത്ത് ഒരു പുതിയ ഐഡന്റിറ്റി പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലന് ഇവിടെ നൽകുകയാണ്. സ്തോത്രം. ഇതുവരെ ലഭിക്കാത്ത ഒരു പുതിയ ഐഡന്റിറ്റി, പ്രൈസ്, പുതിയ ഒരു അവബോധം, ഒരു പുതിയ പേര് പ്രൈസ് ദി ലോർഡ് ഇവിടെ
ദൈവം പൗലോസിന് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭയെ മുടിപ്പിച്ചവന്, സഭയെ ഉപദ്രവിച്ചവന്, പ്രൈസ് ദി ലോർഡ്, ദൈവം നൽകുന്ന ഒരു പുതിയ പേര്. ഇന്ന് പകൽ ഏറ്റവും ചെറിയവനായ, പ്രൈസ് ദി ലോർഡ്, ഒന്നിനും കൊള്ളതാത്തവനായ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സമൂഹത്തിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവമക്കൾക്ക് പേടി സ്വപ്നമായിരുന്നവനെ ഇന്ന് പകലിൽ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് പകലിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ദൈവജനത്തോട് എനിക്കിന്ന് പകൽ പറയാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പുതിയ ഐഡന്റിറ്റി ഇന്ന് പകൽ നിനക്ക് തരാൻ പോവുകയാണ്. ഒരു പുതിയ പേര് നിനക്ക് തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ, ഹല്ലേലൂയ, ഒന്ന് സമർപ്പിക്കപ്പെടാൻ കഴിയുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ബോധം, പ്രൈസ്, പുതിയ പേര് എനിക്കിന്ന് നൽകണം കർത്താവേ എന്ന് ഇന്ന് പകലിൽ നമുക്ക് പറയാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ആ ഭാഗം മനസ്സിലാക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, താന്, പ്രൈസ് ദി ലോർഡ്, അനന്യാസിൻ്റെ അടുക്കൽ നിന്ന് പ്രൈസ് താൻ പോകുന്നത്, പ്രൈസ്, അറേബ്യയിലേക്കാണ് പോകുന്നത്. ഏകദേശം 3 വർഷത്തോളം പ്രൈസ് ദി ലോർഡ് അറേബ്യയിൽ പാർത്തുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, തിരുമുമ്പാകെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവം ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ദൈവം തൻ്റെ മേൽ പകരപ്പെടുവാൻ കഴിഞ്ഞു. പ്രൈസ്, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം അവിടെ 2 പേരെ തിരഞ്ഞെടുക്കുന്നതിൽ അതിലൊന്ന് പൗലോസ് അപ്പോസ്തലനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ, പ്രൈസ് ദി ലോർഡ്, താഴോട്ട് വായിക്കുന്ന സമയങ്ങളിലൊക്കെ ആ ലേഖനങ്ങൾ 14 പരിശോധിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മറ്റൊന്നും കാണാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ ശക്തമായ ഒരു ദൈവപ്രവൃത്തി ആ ലേഖനങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ മേൽ പകർന്ന ആ ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മക്കളെ, പ്രൈസ് ദി ലോർഡ്, നിന്റെ മേലും എൻ്റെ മേലും ഒരു ദൈവത്തിൻ്റെ അഭിഷേകം പകർന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ പകർന്നിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇന്ന് പകൽ ഒന്നും കൂടെ, ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഒന്ന് യാചിക്കാൻ തയ്യാറാണോ? ആ ദൈവത്തിൻ്റെ കൃപ ഒന്നും കൂടെ ചോദിക്കാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ, സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ, ആ ബ്രഹ്മപ്പണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ സ്ത്രീ ചെയ്തതുപോലെ തൻ്റെ വീട് അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോൾ ആ ബ്രഹ്മപ്പണം തിരിച്ചു കിട്ടിയെങ്കിൽ, ഇന്ന് പകൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കുവാൻ ഇന്ന് പകൽ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് പകൽ സമർപ്പിക്കാൻ കഴിയുമോ? ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽ നഷ്ടപ്പെട്ടു പോയ ചില ദൈവകൃപ, ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകൽ തിരിച്ചു പിടിക്കുന്ന ദിനങ്ങളായി തീരട്ടെ. Praise the Lord. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ച സമയത്തുള്ള പ്രൈസ് ദി ലോർഡ് തീഷ്ണതയും എരിവും, പ്രൈസ് ദി ലോർഡ്, ഒരുക്കമൊക്കെ ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് ഒന്ന് സ്വയം ശോധന ചെയ്തു നോക്കിക്കേ. എവിടെയാ പരാജയം പറ്റിയതെന്ന് ഇന്ന് പകൽ സ്വയം ശോധന ചെയ്തു നോക്കിക്കേ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളെ, ഇങ്ങനെ ഇരിക്കാനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. ഇന്ന് പകൽ നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഒരു പുതിയ അഭിഷേകത്തിനായി, ഒരു പുതിയ കൃപയ്ക്കായി, ഒരു പുതിയ ബലത്തിനായി, ഒരു പുതിയ ദൈവ കൃപയ്ക്കായി ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുവാൻ എത്ര പേർ എന്നോട് കൂടെ തയ്യാറാണ്? ഇന്ന് പകൽ നമ്മുടെ സഭയുടെ അവസ്ഥകൾക്ക് ഒരു ഭേദം വരട്ടെ. നമ്മുടെ സഭയുടെ അവസ്ഥകൾക്ക്, ഒരു ശൂന്യതകൾക്ക് ഒരു അറുതി വരുത്തട്ടെ. പരിശുദ്ധ പിതാവേ, ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ മൺകൂടാരത്തിനകത്ത് വ്യാപരിക്കാൻ കഴിയട്ടെ. ഇന്ന് പകലിൽ പ്രൈസ് പൗലോസിന് പകർന്ന ദൈവത്തിന്റെ കൃപ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകലിൽ ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിന്റെ കൃപ പകരപ്പെടുന്ന ദിനങ്ങളായി തീരട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വരുന്ന ദിനങ്ങളായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീകത്ത് ഈ ദിനങ്ങളിൽ ഉണ്ടാകട്ടെ.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വാങ്ങിപ്പോയ അവസ്ഥകൾ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കെട്ടുപോയ അവസ്ഥകൾ ഇന്ന് പകല് ഒന്നുകൂടെ തട്ടി ഉണർത്തി എടുക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ പ്രസംഗിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, വീര്യപ്രവർത്തികളുടെ കാര്യം പറയണ്ടേ. വീര്യപ്രവർത്തികളുടെ കാര്യം പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഇന്ന് വീര്യപ്രവർത്തികൾ നടക്കുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചോദിക്കുന്നു, ആരാധനയില്ലയോ? പ്രൈസ് ദി ലോർഡ്. അന്യഭാഷയില്ലയോ? പ്രൈസ് പ്രസംഗമില്ലയോ? ആത്മീക ചിന്തകൾ നല്ലത് കേൾക്കാൻ കഴിയുന്നില്ലയോ? ഇവിടെ തന്നെ അല്ലാതെ പുറത്തുനിന്ന് എത്തി മാത്രം ഞാനും നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് വീര്യപ്രവർത്തികൾ നമ്മുടെ ദൈവത്തിൽ 1-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലെ നടക്കാതെ പോകുന്നു എന്ന് ഇന്ന് പകൽ തിരിച്ചറിയാൻ കഴിയണം. പ്രൈസ് പൗലോസ് പറയാണ്, പ്രൈസ് എല്ലാവരെക്കാളും ഞാൻ അധികം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ മക്കളെ, പ്രൈസ് ദി ലോർഡ്, വർഷങ്ങളായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കളായി ഇതിൻ്റെ അകത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. പാരമ്പര്യ ബന്ധുക്കോസുകാർ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, മാതാപിതാക്കൾ മുതൽ പ്രൈസ് 3-ാം തലമുറയും 4-ാം തലമുറയൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പെന്തിക്കോസിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞവർ, പെന്തിക്കോസിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞവർ, പ്രൈസ് ദി ലോർഡ്, പെന്തിക്കോസിന്റെ അഗ്നി കത്തിക്കുവാൻ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയരുത്, ദൈവത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പ്രൈസ് പണം കൊണ്ട് സമ്പാദിക്കാവുന്ന ഒന്നല്ല ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ നേടിയെടുക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കൂ. ദൈവമേ, നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ കൃപ, നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ ആത്മാവ്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ പ്രൈസ് അഭിഷേകം, പ്രൈസ് അന്യഭാഷാ വരങ്ങൾ, പ്രൈസ് നഷ്ടപ്പെട്ടു പോയി നാളുകളായി പറയുന്നില്ല. പ്രൈസ് അത്തരങ്ങളെ തുറക്കാൻ കഴിയുന്നില്ല. പ്രൈസ് കരങ്ങളെ തട്ടാൻ കഴിയുന്നില്ല. എവിടെയാണ് പരാജയം സംഭവിച്ചത്? എവിടെയാണ് ശൂന്യത സംഭവിച്ചത്? ഇന്ന് പകല് 2026 ഈ മെയ് മാസം, ജൂൺ മാസം 26-ാം തീയതി ഞാൻ വിളിച്ചു പറയുന്നു, ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു മുഴക്കം പോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഹല്ലേലൂയ, എങ്കിലും ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. ഇന്ന് പകൽ അറിയാത്ത പ്രൈസ് ദി ലോർഡ് ആത്മാവിന്റെ തലങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു അഗ്നി പൊട്ടി പുറപ്പെടുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഒരു അഗ്നി പൊട്ടി പുറപ്പെടുന്നത് പോലെ, ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, പെന്തിക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന തീകത്തലുണ്ടല്ലോ, ഇന്ന് പകല് ഇരിക്കുന്നവരുടെ മേൽ, എല്ലാവരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകല് ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ, ദൈവശക്തി ആവരിക്കട്ടെ. അത്തരങ്ങളെ തുറക്കട്ടെ. ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ, നുകങ്ങൾ അഴിഞ്ഞു മാറട്ടെ, കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകല് ആത്മാവിന്റെ തീകത്തൽ ഉണ്ടാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ജോലി പ്രതിസന്ധി അനുഭവിക്കുന്നവർ പ്രൈസ് ദി ലോർഡ് കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് പകൽ ദൈവശക്തി ആവരിക്കട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ,
ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആബാലമൃതം യോവേ പ്രവാചകൻ പറഞ്ഞ പ്രവാചകൻ പോലെ സകല ജനത്തിന് മേലെ എന്റെ ആത്മാവിന്റെ പകരുമെന്നുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ തീകത്ത് ഇന്ന് പകല് ഈ മൺകൂടാരത്തിനകത്ത് വ്യാപരിക്കട്ടെ. Praise the Lord. Hallelujah. 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 യേശുവിന്റെ നാമത്തിൽ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദൈവത്തിന്റെ മക്കളെ, ഈ കൃപയെന്ന് പറയുന്നത്, മേഴ്സി എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു അൺലിമിറ്റഡ് ഗിഫ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. അർഹതയില്ലാത്തിടത്ത് ദൈവം ദാനം ചെയ്യുന്ന ഒന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവ പാപികളോട് കരുണ തോന്നി. പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങളോട് കരുണ തോന്നി. ആ ക്രൂശിലെ സ്നേഹം നമുക്ക് വേണ്ടി തന്നെ യാഗമായി തീർന്ന് ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നത്. പ്രൈസ് ദി ലോർഡ്. അർഹത നോക്കിയല്ല തന്നത്, നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ കളർ നോക്കിയല്ല ദൈവം തന്നത്. ഇന്ന് പകൽ പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് അർഹതയില്ലാതിരുന്നിടത്ത ദൈവം ഇത് ദാനം ചെയ്തതെന്ന് ഇന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ മക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നഷ്ടപ്പെടുത്തി കളയരുത് ഈ ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടതാണ്, ഇതിന് വലിയ വില കൊടുക്കേണ്ടതാണ്. ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് ഒരു രൂപ പോലും മുടക്കില്ലാതെ ദൈവം എനിക്ക് നിനക്ക് ദാനം ചെയ്തതാണ്. ഇന്ന് പകലിൽ ആ അർഹതയില്ലാത്തതാണ് ഇന്ന് പകലിൽ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് പകലിൽ പ്രൈസ് ചടങ്ങെന്ന് വേണ്ട ഈ ആരാധനയെ കാണരുത്. ഇന്ന് പകലിൽ അർഹതയുള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ന് പകൽ ഇതിനകത്തായിരിക്കുന്നത് ദൈവം നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിട്ട് വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയത്തിന് നിർത്തിക്കൊള്ളാമേ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ഈ കാലത്തിൽ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. മതി. സ്തോത്രം. അവിടെ നിന്ന് വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഈ കൃപയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കൃപ ലഭിക്കുന്നത് പ്രവൃത്തിയാലല്ല എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ള കൃപയല്ല എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കൃപയല്ല എന്നാണ് അവിടെ നാം വായിക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽ എനിക്ക് പറയാനായിട്ടുള്ള ചിന്ത, ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പലരും പ്രൈസ് പണം കൊടുത്ത് സമ്പാദിക്കാവുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവം ദാനം ചെയ്ത പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ കൃപയല്ല എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ് ഈ കൃപ ഞാനും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞനുസരിച്ച് ഇവിടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. പ്രൈസ് പഴയ നിയമത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശമൂവേലിൻ്റെ മേൽ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അഭിഷേകം ദൈവം ചെയ്തു. സ്തോത്രം. പ്രൈസ് ദൈവം വളരെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത്? ശമൂവേൽ. അവസാനം എന്ത് പറ്റി ശമൂവേലിന്? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തൻ്റെ ജീവിതം തന്നെ എന്ത് ചെയ്തേണ്ടി വന്നു? പ്രൈസ് ദി ലോർഡ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നല്ല അഭിഷേകം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, അതെല്ലാം എന്ത് ചെയ്തു? താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സ്തോത്രം. അതുപോലെ തന്നെ ശൗലിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും പ്രൈസ് ദി ലോർഡ് ശൗലിൻ്റെ മേലും ദൈവത്തിൻ്റെ അഭിഷേകം എന്ത് ചെയ്തു? രാജാവായിട്ട് ദൈവം തന്നെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. പക്ഷെ അവസാനം തൻ്റെ ജീവിതം എന്താ സംഭവിച്ചത്? പ്രൈസ് ദൈവത്തോട് അനീതി കാണിച്ചത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് തൻ്റെ അഭിഷേകം എന്ത് ചെയ്തു?
രാജാവിൻ്റെ പേരെന്ന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നീക്കിക്കളയത്തക്കവണ്ണം ഇടയായി തീർന്നതെങ്കിൽ ഈ പുതിയ നിയമ ക്രിസ്ത്യാനികളായിരിക്കുന്ന എന്നോട് നിങ്ങളോട് പറയാനായിട്ടുള്ള എത്രമാത്രം വിശുദ്ധ ജീവിതം നയിച്ചാലേ ഈ കൃപ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് ഇന്ന് പകൽ തിരിച്ചറിയാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ എത്രമാത്രം വിശുദ്ധിയോടെ പ്രൈസ് ദി ലോർഡ് ഭക്തിയോടെ ഭയത്തോടെ ജീവിച്ചെങ്കിലേ ഈ കൃപ പ്രൈസ് ദി ലോർഡ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കൃപ നഷ്ടപ്പെട്ടു പോയാൽ ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ സാധ്യതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ജീവിതങ്ങളോട് എനിക്കിന്ന് പകൽ പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ കൃപ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കൃപായുഗമാണ്. ഈ കൃപായുഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം ക്ഷമിച്ചു തരാം. എന്നാൽ ഈ കൃപായുഗം തീരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഈ കൃപായുഗം എന്ത് ചെയ്യാൻ പോവാ? തീരാൻ പോകുക. അതിൻ്റെ ലക്ഷണങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ വരവോടുകൂടെ പ്രൈസ് ദി ലോർഡ് കൃപായുഗ തീരും. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒന്നും കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രൈസ് കൃപായുഗ തീരുന്നതിന് മുമ്പ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എൻ്റെ മേലും നിന്റെ മേലും പകർന്നിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാതെ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇന്ന് പകലിൽ കഴിയട്ടെ. സ്തോത്രം. കർത്താവ് അനുവദിക്കുന്ന പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ചിന്തിക്കാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഇതിൻ്റെ ഒരു ചുരുക്കം മാത്രമേ ഞാൻ പ്രവേശിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ. ഇന്ന് പകലിൽ ഒന്നും കൂടെ പൗലോസ് പറയുകയാണ്, എങ്കിലും ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ മുടിപ്പിച്ചവൻ, ദൈവസഭയെ ഉപദ്രവിച്ചവൻ, ദൈവസഭയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചവനെ ദൈവം അപ്പോസ്തലനാക്കി ഒരു പുതിയ ഐഡന്റിറ്റി തന്നെങ്കിൽ, ഒരു പുതിയ പേര് കൊടുത്തെങ്കിൽ, ഇന്ന് പകല് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു പുതിയ പേര് ഇന്ന് പകൽ നിങ്ങൾക്ക് തരാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ അതിനായിട്ട് എത്ര പേർ ഒരുക്കമുള്ളവരാണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ ഇന്ന് പകൽക്കാലം ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറുള്ളവർ, ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവർ എല്ലാവരും അല്പനിമിഷം ഗ്ലോറി ടു ഗോഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ നാളുകളേക്കാൾ ശ്രേഷ്ഠമായ ഒരു പുതിയ അഭിഷേകത്തിനായി, ഒരു പുതിയ ബലത്തിനായി ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഇന്ന് പകൽ എത്ര പേർ സന്നിഹിതരാണ്? ഇന്ന് പകൽ പ്രൈസ് ആരെയും നോക്കണ്ട, നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. ഇന്ന് പകൽ നിങ്ങളും ദൈവമായിട്ടാണ് ഇന്ന് പകൽ ബന്ധം സ്ഥാപിക്കുന്നത്. ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പാട്ട് പാടുമ്പോൾ പ്രൈസ് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം സ്തോത്രം ചെയ്യുന്നതായിരിക്കും. പാടിയാട്ടെ. സ്തോത്രം. കൃപമതി യേശുനാഥ, തവ കൃപമതി എന്നുമെന്നും. ഓ കൃപമതി യേശുനാഥ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതിയേ, ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതിയേ. കൃപമതി യേശുനാഥ, തവ കൃപമതി
സൗഖ്യമാക്കി കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു കൃപയാൽ എന്നും നടത്തിയിടുന്നു കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു കൃപയാൽ എന്നും നടത്തിയിടുന്നു കൃപ മതി യേശുനാഥ തവ കൃപ മതി എന്നുമെന്നും ഓ കൃപ മതി യേശുനാഥ തവ കൃപ മതി എന്നുമെന്നും നിലയ്ക്കാത്ത വേദനകൾ നിലയാത്ത നേരങ്ങളിൽ നിലയ്ക്കാത്ത വേദനകൾ നിലയാത്ത നേരങ്ങളിൽ നീങ്ങിപ്പോകും തവ കൃപയാ നിന്റെ കൃപയത്ര അത്ഭുതമേ നീങ്ങിപ്പോകും തവ കൃപയാ നിന്റെ കൃപയത്ര അത്ഭുതമേ കൃപ മതി യേശുനാഥ തവ കൃപ മതി എന്നുമെന്നും ഓ കൃപ മതി യേശുനാഥ തവ കൃപ മതി എന്നുമെന്നും മധ്യവാരിൽ വന്നിടുമ്പോൾ മഹാശബ്ദം കേട്ടിടുമ്പോൾ മധ്യവാരിൽ വന്നിടുമ്പോൾ മഹാശബ്ദം കേട്ടിടുമ്പോൾ മമ കണ്ണുകൾ കണ്ടിടുമേ മഹകൃപയാൽ ചേർത്തിടുമേ മമ കണ്ണുകൾ കണ്ടിടുമേ മഹകൃപയാൽ ചേർത്തിടുമേ കൃപ മതി യേശുനാഥ തവ കൃപ മതി എന്നുമെന്നും ഓ കൃപ മതി യേശുനാഥ തവ കൃപ മതി എന്നുമെന്നും ആമേൻ കൃപ മതി യേശുനാഥ തവ കൃപ മതി എന്നുമെന്നും ഓ കൃപ മതി യേശുനാഥ തവ കൃപ മതി